ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഷോക്കേസിലിരുന്ന ആ ഫ്ലവർ വേസ് ശ്രീകുട്ടിയുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിയത് കണ്ട് അവിടേക്ക് എത്തിയ ഐശ്വര്യയും വസുന്ധരയും ശ്രീകുട്ടിയെ വളരെ ശകാരിക്കണം. ശ്രീകുട്ടിയുടെ നേരെ ഷൗട്ട് ചെയ്യുന്നത് കേട്ട് പാവം കുഞ്ഞ് അമ്മ, എന്റെ അമ്മ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ കരയുന്നു. ശ്രീകുട്ടിയെ സങ്കടപ്പെടുന്നത് കണ്ടതോടെ ഐശ്വര്യ അവിടേക്ക് എത്തി. കണ്ടില്ലേ, കള്ളക്കരച്ചിലുമായിട്ട് അവൾ നിൽക്കുന്നത്. നല്ല പിട കൊടുക്കേണ്ടതാണ്. അമ്മേ, ഈ പെങ്കുച്ചിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കണം എന്ന് വസുന്ധരയോട് ഐശ്വര്യ ആവശ്യപ്പെടുമ്പോ ഐശ്വര്യ ഐശ്വര്യ പറയുന്നത് കേട്ട് വസുന്ധര പറഞ്ഞു, ശരി മോളെ, ഞാൻ ഉടനെ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. അപ്പോഴേക്കും ഐശ്വര്യ പറഞ്ഞു, ഉടനെ എന്നല്ല, ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അങ്ങനെ പറഞ്ഞത് കേട്ട് ഐശ്വര്യ തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള ഐശ്വര്യയുടെ ആവശ്യം കേട്ട് വസുന്ധര ഉടനെ എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ കാര്യങ്ങൾ എത്തിക്കാമെന്ന് വസുന്ധര വാക്ക് നൽകുന്നു. അങ്ങനെ ഐശ്വര്യയും വസുന്ധരയും തീരുമാനിച്ചങ്ങനെ നിൽക്കുമ്പോഴേക്കും അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ശ്രീകുട്ടിയെ കണ്ട് അവിടേക്ക് എത്തിയ ആനന്ദവർമ്മ ചോദിച്ചു, എന്തു പറ്റി, എന്തിനാ മോള് കരയുന്നത്? അപ്പോഴേക്കും ആനന്ദവർമ്മയോട് ഐശ്വര്യ പറഞ്ഞു, കണ്ടില്ലേ അച്ഛാ, അന്ന് ബിസിനസ് ടൂറിന് പോയപ്പോ കൊണ്ടുവന്നതാണ് അത്, ഇവളെടുത്ത് താഴെയിട്ട് പൊട്ടിച്ചിരിക്കുന്നു. ഉടനെ ആനന്ദവർമ്മ പറഞ്ഞു, പാവം കൊച്ചുകുട്ടിയല്ലേ, കുഞ്ഞിനറിയില്ലല്ലോ എന്ന് പറഞ്ഞതും ഐശ്വര്യ പറഞ്ഞു, കൊച്ചുകുട്ടി, ഇവൾക്ക് എല്ലാം അറിയാം, അഹങ്കാരമാണ്, അതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെയെല്ലാം കാണിച്ചത് എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയെ വീണ്ടും ശകാരിച്ചു. അപ്പോഴേക്കും ശ്രീകുട്ടി എന്റെ അമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞു. ഉടനെ ആനന്ദവർമ്മ അരികിലേക്ക് എത്തി പറഞ്ഞു, അയ്യോ മോള് കരയണ്ട, സങ്കടപ്പെടണ്ട കേട്ടോ, മോൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാം, മോള് വിഷമിക്കാതെ എന്നെല്ലാം പറഞ്ഞ് ശ്രീകുട്ടിയെ ആശ്വസിപ്പിക്കാനായി ആനന്ദവർമ്മ ശ്രമിക്കുമ്പോ ഉടനെ ഐശ്വര്യ പറഞ്ഞു, അച്ഛാ, ഇതൊക്കെ എവിടെ വളർന്നു വന്നതെന്ന് കണ്ടില്ലേ, അല്ലെങ്കിലും ഇതുപോലെയുള്ള വീടുകളൊന്നും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ചുറ്റുപാടിൽ നിന്നാണല്ലോ ഇവള് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ശ്രീകുട്ടി ഒരു മോശക്കാരി എന്ന രീതിയിൽ ഐശ്വര്യ സംസാരിക്കുന്നു. ഉടനെ തന്നെ ആനന്ദവർമ്മ പറഞ്ഞു, പോട്ടെ പോട്ടെ മോളെ എന്ന് പറഞ്ഞ് ഐശ്വര്യ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഉടനെ ഐശ്വര്യ പറഞ്ഞു, അതെ, ഇവളോട് ഇങ്ങനെയൊന്നും അല്ല പെരുമാറേണ്ടത്. അപ്പോഴേക്കും ശ്രീകുട്ടി പറഞ്ഞു, ഞാൻ കളഞ്ഞതല്ല, എന്റെ അമ്മ എന്നോട് പറഞ്ഞത് മറ്റുള്ളവർ ഒരു സാധനം എടുക്കരുതെന്നാ എന്നോട് പറഞ്ഞത് എന്ന് ശ്രീകുട്ടി അറിയിച്ചു. ഉടനെ ഐശ്വര്യ ചോദിച്ചു, എന്നിട്ടാണോ നീ ഇത് താഴെയിട്ട് പൊട്ടിച്ചു കളഞ്ഞത് എന്ന് ചോദിച്ച് ഐശ്വര്യ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ശ്രീകുട്ടി പറഞ്ഞു, അല്ല, ഞാനത് മനഃപൂർവ്വം കളഞ്ഞല്ല എന്ന് പറഞ്ഞ് ശ്രീകുട്ടി സങ്കടപ്പെടുന്നത് കണ്ട് ഉടനെ ആനന്ദവർമ്മ പറഞ്ഞു, പാവം കൊച്ചുകുട്ടിയല്ലേ, അമ്മയെ പിരിഞ്ഞിരിക്കുന്നതല്ലേ, ആ കുഞ്ഞിനെ മനസ്സങ്ങനെ വേദനിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് ആനന്ദവർമ്മ സമാധാനിപ്പിക്കാനായി വസുന്ധരയോട് ഐശ്വര്യയോടും ആവശ്യപ്പെടുമ്പോ ഐശ്വര്യ പറഞ്ഞു, അച്ഛന് ഈ കൊച്ചിനെ കുറിച്ച് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്, എത്രയും വേഗം ഈ നാശത്തിനെ ഇവിടെ നിന്ന് ഒഴിവാക്കണം, മറ്റുള്ളവർക്ക് അങ്ങനെ സമാധാനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ അവിടെ നിന്ന് പോകുമ്പോ ഉടനെ ശ്രീകുട്ടി എന്റെ അമ്മ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. എനിക്ക് എന്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞ് ശ്രീകുട്ടി കരയുന്നത് കണ്ട് ആനന്ദവർമ്മ പറഞ്ഞു, കണ്ടോ, മോള് വല്ലാതെ വിഷമിക്കുന്നുണ്ട്, മോള് കരയണ്ട. അപ്പോഴേക്കും വസുന്ധര പറഞ്ഞു, ശരി മതി, പോയി അപ്പുറത്ത് പോയി എങ്ങാനും കളിച്ചോ, അങ്ങോട്ട് പൊക്കോ എന്ന് പറഞ്ഞ് വസുന്ധര ശ്രീകുട്ടി അവിടെ നിന്ന് പറഞ്ഞയച്ചു. ശ്രീകുട്ടി പോയി കഴിയുമ്പോഴേക്കും വസുന്ധര നേരെ ആനന്ദവർമ്മയെ നോക്കിയിട്ട് ചോദിച്ചു, അതെ, ആ കുട്ടിയെ കുറിച്ച് എല്ലാം അറിയാമല്ലോ, അതുകൊണ്ട് ഒന്നും മറക്കണ്ട എന്ന് ആനന്ദവർമ്മയോട് ശകാരിക്കുന്ന രീതിയിൽ ശ്രീകുട്ടിയെ കുറിച്ച് സംസാരിക്കുമ്പോ ആനന്ദവർമ്മ പറഞ്ഞു, അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഒരു പിഞ്ചു കുഞ്ഞല്ലേ, ആ കുഞ്ഞിങ്ങനെ സങ്കടപ്പെടുമ്പോൾ, അതും അമ്മയുടെ അരികിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുന്ന ഈ സമയത്ത്, അതാ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞതും ആനന്ദവർമ്മയോട് വസുന്ധര ചോദിച്ചു, അപ്പോ ഒരു മുത്തശ്ശന്റെ മനസ്സ് വേദനിച്ചു അല്ലെ എന്ന് ചോദിച്ചതും, അതെ, വേദനിച്ചു, അങ്ങനെയല്ലേ വരൂ എന്ന് ആനന്ദവർമ്മ ദേഷ്യത്തോടെ വസുന്ധരയോട് സംസാരിച്ചു. അപ്പോഴേക്കും വസുന്ധരയ്ക്ക് ഇനിയും ആനന്ദവർമ്മയുടെ നേരെ ഷൗട്ട് ചെയ്താൽ അദ്ദേഹം മറ്റേതെങ്കിലും രീതിയിൽ പ്രതികരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് വസുന്ധര പറഞ്ഞു, ശരി, സമ്മതിച്ചു, പക്ഷേ ആനന്ദേട്ട, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് അരുണിന്റെ ജീവിതമാണ് പ്രധാനം. എന്നാൽ ഇവിടെ ആനന്ദേട്ടൻ ഉൾപ്പെടെ മറ്റു പലരും അത് മറന്നു പോകുന്നുണ്ട് എന്ന് ആനന്ദവർമ്മയെ ശകാരിക്കുന്നത് പോലെ, കുറ്റപ്പെടുത്തുന്നത് പോലെ വസുന്ധര പറയുമ്പോ ആനന്ദവർമ്മ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. ആനന്ദവർമ്മ പോയി കഴിയുമ്പോൾ വസുന്ധര ആലോചിച്ചു, ആനന്ദേട്ടനും ഇപ്പോ ആ കുട്ടിയോട് സോഫ്റ്റ് കോൺഫിഡൻസ് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു, ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവുകയില്ല, ഇതിനെല്ലാത്തിനും കാരണം ആ കുട്ടിയാണ്. ആ കുട്ടിയുടെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കിയേ തീരൂ, എത്രയും വേഗം ആ കുട്ടിയെ ഇവിടെ നിന്ന് മാറ്റണം എന്ന് വസുന്ധര അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അപ്പോഴാണ് ശ്യാമ നാളെ തന്നെ ഓഡിഷന് പോകുന്നതിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അങ്ങനെ ശ്യാമ ഇരിക്കുമ്പോഴേക്കും ശ്യാമയ്ക്ക് അരികിലെത്തിയ അപ്പുകുട്ടനും അച്ഛനുമൊക്കെ ശ്യാമയോട് പറഞ്ഞു, അതെ മോളെ, ഓഡിഷന് ഇനി അധിക ദിവസം ഇല്ലല്ലോ, നാളെ ഓഡിഷൻ കഴിഞ്ഞു, ഇനി മ്യൂസിക് റിയാലിറ്റി ഷോയ്ക്ക് പങ്കെടുക്കാനുള്ള യാത്രയിലാണ് ഇനി മോളുടെ ജീവിതം. അതുകൊണ്ട് തന്നെ നാളത്തെ ആ നാളത്തെ ആ ഒരേ ഒരു മത്സരത്തിൽ, ആ കോമ്പറ്റീഷനിൽ മോൾക്ക് വിജയമുണ്ടാകണം, അതിനുവേണ്ടി മോള് ശരിക്കും നന്നായി പരിശ്രമിക്കണം. അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ദേവകി എത്തിയിട്ട് പറഞ്ഞു, അതെ, മോൾ ഇനി ഇങ്ങനെ കാത്തിരിക്കണ്ട, മോൾ വന്ന് ഭക്ഷണം കഴിക്കുക. ഉടനെ ദേവകി വിളിച്ചത് കേട്ട
ശ്യാമ പറഞ്ഞു, കുറച്ചുകൂടെ കഴിയട്ടെ അമ്മേ, എന്തായാലും അഖിൽ സാർ കൂടി വരട്ടെ എന്ന് പറഞ്ഞതും ഉടനെ വാസുദേവൻ വന്നിട്ട് പറഞ്ഞു, മോളെ, അമ്മ പറഞ്ഞത് കേട്ടില്ലേ? മോളുടെ ആരോഗ്യമാണ് ഇപ്പൊ പ്രധാനം. മോള് ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് മോള് എത്തിയിരിക്കുന്ന ഈ ഒരു സ്റ്റേജ്, അത് മോളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. എല്ലാവർക്കും ഇതുപോലുള്ള അവസരങ്ങൾ വീണ് കിട്ടുകയില്ല മോളെ. കാരണം നമ്മൾ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യായുസ്സിൽ ചിലപ്പോൾ നമ്മൾ ജനിച്ചതിന് ശേഷം മരണപ്പെട്ടു പോകുന്നത് വരെ നമുക്ക് കിട്ടിയ ആ കാലയളവിനുള്ളിൽ നമുക്ക് ഒന്നുമായി തീരാൻ സാധിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ മരണശേഷം നമ്മളെക്കുറിച്ച് ആരും ഓർമ്മിക്ക പോലും ഉണ്ടാവുകയില്ല. എന്നാൽ അങ്ങനെയുള്ള നമ്മുടെ ഈ മനുഷ്യായുസ്സിൽ മോൾക്ക് കിട്ടിയത് മറ്റുള്ളവരെക്കാൾ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. മോളുടെ ഈ ശബ്ദം, അത് ആരെയും കൊതിപ്പിക്കുന്ന, ആർക്കും ഇഷ്ടമാകുന്ന, ആരെയും അതിശയിപ്പിക്കുന്ന ഒരു ശബ്ദമാണ് എന്റെ മോൾക്ക് കിട്ടിയിരിക്കുന്നത്. ആ ശബ്ദത്തെ മോള് ഇനി കൂടുതൽ പ്രയോജനപ്പെടുത്തണം. മോൾക്ക് ആ ശബ്ദം തരുന്നത് ഇത്രയും നല്ലൊരു നേട്ടങ്ങളാണ്. മോൾക്ക് എല്ലാവരും അറിയപ്പെടുന്ന നല്ലൊരു ഗായികയായി മാറാൻ കഴിയും. ഇത്രയും നാളും മോളുടെ ജീവിതത്തിൽ മോൾ നേരിടേണ്ടി വന്ന, നമ്മളെ തഴഞ്ഞു കളഞ്ഞ, നമ്മളെ കുറ്റപ്പെടുത്തി അപമാനിച്ച അവർക്കെല്ലാവർക്കുമുള്ള തിരിച്ചടിയാണ് മോള് ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തുകൊണ്ട് നേടിയെടുക്കാൻ പോകുന്നത്. എന്റെ മോൾക്ക് ഈ റിയാലിറ്റി ഷോയിൽ വിജയിക്കാൻ കഴിയും. അതിനുള്ള ഭാഗ്യവും ദൈവ കടാക്ഷവും എന്റെ മോൾക്കുണ്ട്. ഞാൻ ഭഗവാന്റെ മുന്നിൽ എന്നും പ്രാർത്ഥിക്കുന്നതും, ഭഗവാന്റെ മുന്നിൽ എന്നും ഈ ഭക്തൻ എന്നും കൈകൂപ്പി ഭഗവാനോട് അപേക്ഷിക്കുന്നതും എന്റെ മക്കൾക്ക് നല്ല ജീവിതം ഉണ്ടാകണമെന്ന് തന്നെയാണ്. മോളെ, എനിക്ക് കിട്ടിയ ദൈവം തന്ന, ഭഗവാൻ തന്ന എന്റെ സൗഭാഗ്യമാണ് എന്റെ പൊന്നുമോള് എന്ന് പറഞ്ഞ് വാസുദേവൻ ശ്യാമയോട് സംസാരിക്കുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ അപ്പുറത്ത് നിൽക്കുകയാണ് ജയന്തി. വാസുദേവൻ പറഞ്ഞു, മോളെ, നിനക്ക് ദൈവം കഴിഞ്ഞു നൽകിയതാണ് ഈ നാദം, ഈ സംഗീതം, ഈ സ്വരം. അത് മോള് തീർച്ചയായിട്ടും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ, ഭഗവാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മോള് ആ സംഗീതത്തെ അതേ രീതിയിൽ ഉപയോഗപ്പെടുത്തണം. അതാണ് വേണ്ടത്. എല്ലാത്തിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുമല്ലോ, ഞങ്ങളുടെ മകളാണ്, ഞങ്ങളുടെ മകൾ നല്ല നിലയിലെത്തി, അവൾ നാടറിയുന്ന, ഈ ലോകം അറിയുന്ന നല്ലൊരു പാട്ടുകാരിയായി എന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാമല്ലോ എന്ന്. അങ്ങനെ ഒരു അഭിമാനമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നേട്ടം കൈവരിക്കാനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഞാനും മോളുടെ അമ്മയും എന്ന് വാസുദേവൻ സ്വാമിയോട് അറിയിച്ചു. ഇതിനേക്കാളൊക്കെ ഉപരി രാവും പകലും ഇല്ലാതെ തന്റെ ഭാര്യയുടെ നേട്ടത്തിന് വേണ്ടി, ഭാര്യയെ നാലാൾ തിരിച്ചറിയുന്നതിന് വേണ്ടി, ഭാര്യയ്ക്ക് ഉയർച്ചയിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി രാവെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിക്കുന്ന ഒരു പാവം ചെറുപ്പക്കാരനുണ്ട്. ആ മുഖവും ആ സ്നേഹവും ഒരിക്കലും മോള് മറന്നു പോകരുത്. ഇന്നും ആ മനസ്സ്, അല്ലെങ്കിൽ ആ സ്നേഹം എന്നും മോളുടെ മനസ്സിലുണ്ടാകണം. ആ കരുതലും പ്രാർത്ഥനയും, മോൾക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ തയ്യാറായി നടക്കുന്ന ആ സ്നേഹം എന്നും മോള് തിരിച്ചറിയണം. ആ സ്നേഹത്തോട് എന്നും നന്ദി ഉള്ളവളുമായിരിക്കണം എന്ന് വാസുദേവൻ ശ്യാമയോട് പറയുമ്പോൾ എല്ലാം കേട്ട ശ്യാമ പറഞ്ഞു, എനിക്കറിയാം വെച്ചാ, ഒരിക്കലും അച്ഛന്റെയും അമ്മയുടെയും അഖിൽ സാറിന്റെയും ഈ ആഗ്രഹം ഞാൻ ഒരിക്കലും ഇല്ലാതാക്കില്ല. തീർച്ചയായിട്ടും ഈ കോമ്പറ്റീഷനിൽ ഞാൻ തന്നെ ജയിക്കും. അപ്പോഴേക്കും അപ്പു അരികിലേക്ക് എത്തി പറഞ്ഞു, ആഹാ, എന്റെ ശ്യാമേച്ചി ഈ റിയാലിറ്റി ഷോയിൽ ജയിച്ചാ പിന്നെ ഞാൻ ആരാ? എനിക്ക് എന്റെ സ്കൂളിൽ കൂട്ടുകാരുടെ മുന്നിൽ എനിക്ക് ഷൈൻ ചെയ്യാമല്ലോ എന്നെല്ലാം അങ്ങനെ വളരെ സന്തോഷത്തോടെ അപ്പുക്കുട്ടനും പറയുന്നു. അപ്പുക്കുട്ടന്റെ ആ സന്തോഷ പ്രകടനമെല്ലാം കണ്ടതും ശ്യാമ പറഞ്ഞു, ശരി മോനെ, നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ ഞാൻ ഈ മത്സരത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. ഉടനെ വാസുദേവനെയും ദേവകിയും നോക്കി പറഞ്ഞു, എനിക്ക് എന്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, മക്കളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്നേഹമയിയായ അച്ഛനെയും അമ്മയും അല്ലേ എനിക്ക് കിട്ടിയത്. നിങ്ങളുടെ അനുഗ്രഹം എനിക്കുള്ളപ്പോ, എന്റെ ഭർത്താവിന്റെ കരുതലും സപ്പോർട്ടും സ്നേഹവും ഒക്കെ എന്റെ കൂടെ ഉള്ളപ്പോ, അതിനേക്കാളൊക്കെ ഉപരി ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാന്റെ അനുഗ്രഹം അതെല്ലാം ഒപ്പമുള്ളപ്പോ പിന്നെ ഒരിക്കലും എനിക്കിതിൽ തോൽക്കാനാവില്ല ചാ. തീർച്ചയായിട്ടും ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും എന്ന്, ഭഗവാന്റെ കാരുണ്യത്തിൽ ഞാൻ ജയിക്കുമെന്ന് തന്നെ ശ്യാമ വാസുദേവനോട് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് പിന്നിൽ നിന്നുകൊണ്ട് ജയന്തി ആ വാതിൽപ്പടിക്കരികിൽ നിന്ന് പറഞ്ഞു, ജയിക്കും ജയിക്കും, നിനക്ക് ചില്ലറയൊന്നുമല്ല അഹങ്കാരം, നമുക്ക് കാണാം എന്നൊക്കെ മനസ്സിൽ കുശുമ്പോടെ ജയന്തി ചിന്തിച്ചു. അതിനുശേഷം രാത്രിയായി കഴിയുമ്പോഴേക്കും അശ്വതിയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നു. മോളെക്കുറിച്ചുള്ള ഓർമ്മകൾ, മോൾ ആനന്ദ നിലയത്തിലാണെങ്കിലും അവൾ ഇപ്പോൾ സന്തോഷവതിയായിരിക്കുമോ? എന്റെ മോൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോ? എന്നെ കാണാത്തത് കൊണ്ട് മോളാകെ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും എന്നൊക്കെ അങ്ങനെ ആലോചിച്ചുകൊണ്ട് അശ്വതി ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അശ്വതി ചിന്തിച്ചത്, എന്തായാലും ഒന്ന് അരുണിനെ വിളിച്ചു നോക്കാം, മോളെക്കുറിച്ച് അറിയാമല്ലോ എന്ന് ആലോചിച്ച് അശ്വതി വേഗം അരുണിന്റെ ഫോണിലേക്ക് വിളിക്കണം. പുറത്തായിരുന്ന അരുൺ അശ്വതിയുടെ ഫോൺ കോൾ വന്നതും കോൾ അറ്റൻഡ് ചെയ്തു. അഭി എന്ന് വിളിച്ചതും, മോളുടെ കാര്യം ചോദിക്കാനാണ് ഞാൻ അരുണിനെ വിളിച്ചത്. മോൾക്ക് സുഖമാണോ? മോളെ ഇപ്പോ സന്തോഷവതിയാണോ? എന്റെ മോള് ഹാപ്പി ആയോ എന്നൊക്കെ ചോദിച്ചതും അരുൺ പറഞ്ഞു, മോൾക്ക് സങ്കടമുണ്ട് തന്നെ കാണാത്തതിൽ. അഭിയെക്കുറിച്ച് എപ്പോഴും പറയും,
ഞാനെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ മോളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ താൻ സങ്കടപ്പെടണ്ടല്ലോ, മോൾ ആനന്ദ നിലയത്തിലല്ലേ, എന്റെ കൂടെയല്ലേ, പിന്നെ എന്താ എന്ന് ചോദിച്ചതും അരുണിനോട് അശ്വതി പറഞ്ഞു, അതെ അതെ അരുൺ, അരുണിന്റെ ഒപ്പമാണ് മോള് എന്നുള്ളതാണ് എന്റെ ഏക ആശ്വാസം. എന്തായാലും ഒടുവിൽ എന്റെ മോള് അവിടെ തന്നെ വന്ന് ചേർന്നല്ലോ എന്ന് പറഞ്ഞതും അരുൺ പറഞ്ഞു, അതെ, അവൾക്ക് ഇങ്ങനെയെങ്കിലും അവൾക്ക് കിട്ടാതെ പോയ അച്ഛന്റെ സ്നേഹവും വാത്സല്യവും എന്റെ മോളൊന്ന് അനുഭവിക്കട്ടെ എന്ന് അരുൺ പറയുമ്പോ അശ്വതി അതെ എന്ന് സമ്മതം പറയുന്നു. അങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അരുൺ പറഞ്ഞു, എന്തായാലും ഇനി മോളെ കുറിച്ച് ഓർത്ത് അശ്വതി വിഷമിക്കൊന്നും വേണ്ട, അവൾക്ക് ഒരു കുഴപ്പവുമില്ല, അവൾ സുഖമായി സന്തോഷത്തോടു കൂടി ആനന്ദ നിലയത്തിലുണ്ട്, അവളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, ഒന്നും ഓർത്ത് അശ്വതി വിഷമിക്കേണ്ട എന്ന് അരുൺ അശ്വതിയോട് പറഞ്ഞു. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ നോക്കും, അശ്വതി ഒന്നും ആലോചിച്ച് ആശങ്കപ്പെടേണ്ടതില്ല കേട്ടോ എന്ന് അരുൺ പറയുമ്പോ അശ്വതി ഫോൺ വെച്ചതിന് ശേഷം മനസ്സിൽ പറഞ്ഞു, അരുണിന്റെ ഈ വാക്കുകളും അരുണിന്റെ ഈ ആശ്വാസം വാക്കുകൾ അത് മറ്റെന്തിനേക്കാളും എനിക്ക് ജീവിക്കാനുള്ള പ്രേരണയാണ്. ഈ ജീവിതത്തിൽ ഇനി വേറെ എന്താ എനിക്ക് വേണ്ടത്, അരുണിന്റെ ഈ വാക്കുകൾ മാത്രം മതി എനിക്ക് ജീവിക്കാൻ എന്ന് അഭിരാമി ആലോചിച്ചങ്ങനെ നിൽക്കുമ്പോൾ എല്ലാം ശരിയാകുമെന്നും എല്ലാം നല്ല രീതിയിൽ തന്നെ കലാശിക്കുമെന്നും എല്ലാത്തിനും ഒരു പരിഹാരം ദൈവം തന്നെ കാട്ടിത്തരുമെന്നും അരുൺ അതിനിടയിൽ അഭിരാമിയെ സമാധാനിപ്പിച്ചതോർത്ത് അങ്ങനെ അഭിരാമി നിൽക്കുന്നു. അപ്പോഴാണ് ആനന്ദ നിലയത്തിൽ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം കളിയൊക്കെ കഴിഞ്ഞ് പാവം സെറ്റിയിൽ കിടന്ന് മയങ്ങിപ്പോയി ശ്രീകുട്ടി. അരുൺ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ കാണുന്ന കാഴ്ച ആ സെറ്റിയിൽ കിടന്നുറങ്ങുന്ന ശ്രീകുട്ടിയെ. അകത്തേക്ക് കയറി വന്ന് അരുൺ മൊത്തത്തിലൊന്ന് നോക്കി, ആരെങ്കിലും ആ ചുറ്റുപാട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതിനു ശേഷം അരുൺ വേഗം ശ്രീകുട്ടിയുടെ അരികിലേക്ക് ചെന്നു. പാവം എന്റെ മോള് പാകെ തളർന്ന് കിടന്ന് ഉറങ്ങുകയാണല്ലോ എന്ന് ഓർത്ത് അരുൺ വേഗം അരികിലേക്ക് വന്ന് മോളുടെ മുടിയൊന്ന് തലോടി. എന്നിട്ട് തലയിലൂടെ തലോടിക്കൊണ്ട് അരുൺ മനസ്സിൽ ചിന്തിച്ചു, എന്റെ മോള് പാവം കിടന്ന് ഉറങ്ങുകയാണ്, എന്റെ കുഞ്ഞിനെ എന്റെ കൂടെ കൊണ്ടുപോയി കിടത്താൻ, എന്റെ കുഞ്ഞിനെ എന്റെ കൂടെ കിടത്താനുള്ള ഭാഗ്യം പോലും ഈ അച്ഛൻ ഇല്ലാതായി പോയല്ലോ മോളെ. എന്റെ മോള് ഇവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങുമ്പോ ഞാൻ എങ്ങനെ സുഖമായി സമാധാനത്തോടെ പോയി കിടന്നുറങ്ങും എന്ന് അരുൺ ആശങ്കപ്പെട്ടു. അതെല്ലാം പറഞ്ഞുകൊണ്ട് അരുൺ പതുക്കെ ശ്രീകുട്ടിയുടെ തലയിലൂടെ അങ്ങനെ തലോടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് അമൃതയെടുത്തി എത്തിയത്. അമൃതയെടുത്തി ആ കാഴ്ചകൾ നോക്കി നിൽക്കുമ്പോ എന്റെ കുഞ്ഞ് അവള് ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കണ്ടിട്ട് എനിക്ക് പോയി കിടന്നുറങ്ങാൻ കഴിയില്ലല്ലോ ഈശ്വര എന്നെല്ലാം അരുൺ മനസ്സിലങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുഞ്ഞിനെ തന്നെ നോക്കിയിരിക്കുമ്പോ അവിടേക്ക് അമൃതയെടുത്തിയും ആദിത്യനും എത്തി. ആദിത്യനും അമൃതയും ആ കാഴ്ച കുറച്ചേരം നോക്കിയിരുന്നു. അതിനുശേഷം ഇരുവരും കൂടി നേരെ അരുണിന്റെ അരികിലേക്ക് ചെന്നു. അരുൺ ഇരുവരെയും കണ്ടതും ഞാൻ ദാ ഇപ്പൊ ഇങ്ങ് വന്നതേ ഉള്ളൂ, വന്നപ്പോ മോള് തനിച്ചിവിടെ കിടക്കണോ, ഒറ്റയ്ക്കല്ലേ കിടക്കുന്നത്, കൊച്ചുകുട്ടിയല്ലേ, എന്തെങ്കിലും പേടി ഉണ്ടായാലോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അടുത്തിരുന്നത്, ആരെങ്കിലും വരട്ടെ എന്ന് കരുതി. എനിക്കാണെങ്കിൽ നല്ല ഉറക്കവും വരുന്നുണ്ട്, ഇനിയിപ്പോ ഏട്ടനും അമൃതേടത്തിയും കൂടി കുഞ്ഞിനെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോയി കിടത്തിക്കൊള്ളുമല്ലോ, അപ്പൊ ഇനി പേടിക്കണ്ടല്ലോ എന്നെല്ലാം അരുൺ പറയുന്നു. അരുൺ തന്റെ മനസ്സിലുള്ള ആഗ്രഹം അവരുടെ മുന്നിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവരോടൊപ്പം കുഞ്ഞിനെ കൊണ്ടുപോയി അവർ കിടത്തുമല്ലോ എന്നുള്ള ആശ്വസിച്ചുകൊണ്ടുള്ള ആ ചോദ്യം കേട്ട് അരുൺ അതാണ് ആഗ്രഹിക്കുന്നതെന്ന് അമൃത മനസ്സിലാക്കുന്നു. അപ്പോഴേക്കും അരുൺ പറഞ്ഞു, അരുണിനോട് ഉടനെ അമൃത പറഞ്ഞു, അരുൺ നീ പോയി കിടന്നോ, ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളാം. അപ്പോഴേക്കും അരുൺ പറഞ്ഞു, ശരി ശരി, എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്, എന്നാ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് അരുൺ വേഗം അവിടെ നിന്ന് പോകുന്നു. അരുൺ പോയി കഴിയുമ്പോഴേക്കും വേഗം തന്നെ അരുൺ അങ്ങനെയെല്ലാം ആലോചിച്ച് അവിടെ നിന്നുകൊണ്ട് അമൃതയെടുത്തി വേഗം ആദിത്യനോട് പറഞ്ഞു, ആദിയേട്ടാ ബാ നമുക്ക് മോളെ എടുത്തോണ്ട് പോകാം, മോളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞതും ഉടനെ അമൃതയെടുത്തി അങ്ങനെ പറഞ്ഞത് കേട്ട് ആദിത്യം പറഞ്ഞു, അത് ശരിയാവില്ല, അത് വേണോ അമൃത, ഞാൻ പറഞ്ഞല്ലോ മോളോട് കൂടുതൽ അടുക്കുന്നത് എന്തുകൊണ്ടും അമ്മയ്ക്ക് ഇഷ്ടാവില്ല, അത് മാത്രമല്ല അമ്മ മോളെ കുറിച്ച് എന്തൊക്കെയോ തീരുമാനം എടുത്തിട്ടുണ്ട്, ഉടനെ തന്നെ ഈ കുഞ്ഞിനെ ഇവിടുന്ന് മാറ്റാനൊക്കെ ആയിട്ടാണ് അമ്മ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോ നമ്മള് ആ കുഞ്ഞിനെ ഇവിടെ കൂടുതൽ സ്നേഹിക്കുന്നതും ആ കുഞ്ഞിനെ നമ്മളുമായി കൂടുതൽ അടുപ്പിക്കുന്നതൊന്നും ശരിയായെന്ന് വരില്ല എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ ആ വാക്ക് കേട്ടതും ആദിത്യൻ അങ്ങനെ പറഞ്ഞത് കേട്ട് അമൃത പറഞ്ഞു, അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ ആദിയേട്ടാ, പക്ഷെ ഇന്ന് ഈ സമയത്ത് രാത്രിയിൽ മോളെ ഇവിടെ കിടത്തുന്നത് ശരിയല്ല, അവൾ തനിച്ചിവിടെ കിടക്കണ്ട, നമുക്ക് നമ്മുടെ റൂമിലേക്ക് കൊണ്ടേ കിടത്താം, ആദിയേട്ടൻ വന്നേ എന്നെ ഒന്ന് സഹായിച്ചേ എന്ന് പറഞ്ഞു. ഉടനെ അമൃത അങ്ങനെ പറഞ്ഞത് കേട്ട് ആദ്യം പറഞ്ഞു, പക്ഷെ ഇതൊക്കെ അമ്മയെ വലിയ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞതും അമൃത പറഞ്ഞു, ഇതിനെ ചൊല്ലി എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ നോക്കിക്കോളാം ആദിയേട്ടാ, ഞാൻ ആദിയേട്ടനോട് പറഞ്ഞാലേ ആദിയേട്ടൻ മോളെ എടുക്കുന്നുണ്ടോ ഇല്ലയോ. അപ്പോഴേക്കും ആദ്യൻ വേഗം അമൃത പറഞ്ഞനുസരിച്ച് ശ്രീകുട്ടിയെ വേഗം എടുത്തു. ശ്രീകുട്ടിയെ തോളിൽ കിടത്തിക്കൊണ്ട് നേരെ ശ്രീകുട്ടിയെ തന്നെ എടുത്തുകൊണ്ട് ആദിത്യനും അമൃതയും കൂടി അവരുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ട് അരുൺ അവിടെ നിന്നു. അരുൺ മാറി നിന്ന് ആ കാഴ്ച കണ്ടതും അരുൺ മനസ്സിൽ പറഞ്ഞു, അമൃതയെടുത്തിക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയൂ,
അമൃതേടത്തിയുടെ ആ കാലിൽ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു ആന്റിയെ കിട്ടിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് തൽക്കാലം എന്റെ മോള് സുരക്ഷിതയായി അമൃതേടത്തിയുടെ കൂടെ പോയി കിടക്കുന്നുണ്ടല്ലോ എന്ന ആശ്വാസത്തിൽ അരുൺ അവിടെ നിന്നു. പിറ്റേന്ന് രാവിലെ ആ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പ് കണ്ണനോട് പൂജാമുറിയിൽ നിന്ന് തന്റെ കണ്ണനോട് അനുവാദം ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശ്യാമ. ഭഗവാനെ, ഇന്നത്തെ ദിവസം ഈ പരീക്ഷണത്തിൽ, ഈ മത്സരത്തിൽ എനിക്ക് വിജയിക്കാൻ കഴിയണേ ഭഗവാനെ. നിന്റെ കടാക്ഷം ഞങ്ങളുടെ കുടുംബത്തിൽ എന്നും ഉണ്ടാകണേ. എന്റെ അഖിൽ സാറിന്റെയും അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ ആഗ്രഹത്തിനൊത്ത് എനിക്ക് അവിടെ ആ രീതിയിൽ എല്ലാവരുടെയും മുന്നിൽ എനിക്ക് പെർഫോം ചെയ്യാൻ കഴിയണേ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ശ്യാമ കൈകൂപ്പി നിന്നു. കണ്ണ, എല്ലായിടത്തും നീ എനിക്ക് സഹായമായി ഉണ്ടായിരുന്നു, ഇവിടെയും നീ എനിക്ക് സഹായമായി തുണയായി കാണണേ എന്നെല്ലാം പ്രാർത്ഥിച്ച് അങ്ങനെ ശ്യാമ നിൽക്കുമ്പോൾ അഖിലും വാസുദേവനും എല്ലാവരും ശ്യാമയുടെ വരവും പ്രതീക്ഷിച്ച് കാത്തു നിന്നു. അവര് ഹാളിൽ അവിടെ സിറ്റൗട്ടിൽ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശ്യാമ പ്രാർത്ഥന കഴിഞ്ഞ് നേരെ അവരുടെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് ദേവകി അമ്മയുടെയും വാസുദേവന്റെയും കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു. എന്റെ മോൾക്ക് നല്ലതേ വരൂ, എന്റെ മോൾ നന്നായി വരും എന്ന് തലയിൽ കൈവച്ച് അങ്ങനെ അനുഗ്രഹിച്ചു. അതിനുശേഷം അപ്പുക്കുട്ടൻ ഓടി വന്ന് പറഞ്ഞു, ശ്യാമേച്ചി, എന്റെ ചേച്ചി ജയിക്കും, എനിക്ക് ഉറപ്പാ. എന്റെ ചേച്ചി ജയിച്ച പിന്നെ ഈ ഞാൻ ആരാ എന്നെല്ലാം പറയുമ്പോ പിന്നീട് അഖിലിന്റെ അരികിലേക്ക് ചെന്നു. അഖിൽ പറഞ്ഞു, അതേ ദേ അപ്പൂട്ടാ, നിന്റെ ഈ ശ്യാമേച്ചി ഉണ്ടല്ലോ, ഇനി നമ്മൾ പിടികിട്ടുന്ന ആളല്ല കേട്ടോ. ഇനി മ്യൂസിക് റിയാലിറ്റി ഷോയിൽ പാടി എല്ലാവർക്കും മുന്നിൽ ഒരു സെലിബ്രിറ്റിയായി മാറാൻ പോവുകയാണ് എന്ന് പറഞ്ഞതും അപ്പുക്കുട്ടൻ പറഞ്ഞു, പിന്നെ അല്ലാതെ എന്റെ ശ്യാമേച്ചി സെലിബ്രിറ്റി ആകും, എന്റെ ശ്യാമേച്ചി സൂപ്പർ പാട്ടുകാരിയാകും, എനിക്ക് ഉറപ്പാ എന്ന് പറഞ്ഞതും അങ്ങനെ എല്ലാവരുടെയും, തന്റെ കുടുംബത്തെ, തന്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും സപ്പോർട്ടോടെയും അനുഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും ശ്യാമയും അഖിലും അവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ ശ്യാമയെ അഖിലിനോടൊപ്പം അവിടെ നിന്ന് പോകുമ്പോ വാസുദേവനും ദേവകി അമ്മയും മനസ്സിൽ പ്രാർത്ഥിക്കുന്നു, ഭഗവാൻ എപ്പോഴും മോൾക്ക് കാവലുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ആനന്ദവർമ്മ ഓഫീസിലെത്തിയപ്പോൾ അവിടെ ചില ഫയലുകളെല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം, ഇമ്പോർട്ടന്റ് ഫയലുകളൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിൽ ചില കറക്ഷൻസ്, അതിൽ ചില പ്രശ്നങ്ങൾ കണ്ടെത്തുകയായിരുന്നു ജാസ്മിൻ എന്ന അശ്വതി അതെല്ലാം കണ്ടു കഴിഞ്ഞതും അശ്വതി പറഞ്ഞു, അതെ, ഇതിനകത്ത് 10 ലക്ഷം രൂപയുടെ മിസ്റ്റേക്ക് ഉണ്ട് സാർ എന്ന് അറിയിച്ചു. അപ്പോൾ അവിടുത്തെ അക്കൗണ്ടന്റ് ആയിട്ടുള്ള സുമലത പറഞ്ഞു, അതില്ല സാർ, ഇത് ഈ കുട്ടിയും ജാസ്മിൻ നോക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഫയലാണ് സാർ എന്ന് പറഞ്ഞതും ഉടനെ ആനന്ദവർമ്മ നോക്കുന്നു. ഉടനെ തന്നെ ഐശ്വര്യ പറഞ്ഞു, അതെ, ഇവൾക്ക് ബികോം പാസ്സാന്നൊക്കെ പറഞ്ഞപ്പോ ഇവൾക്ക് അങ്ങനെ കണക്കൊക്കെ നോക്കാൻ അറിയാമോ ഇല്ലയോ എന്ന് ഞാൻ ഒന്ന് പരീക്ഷിച്ചതാണ്, അതിനുവേണ്ടിയാണ് പഴയ ഫയൽ എടുത്ത് ഞാൻ കൊടുത്തത് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ഐശ്വര്യ അങ്ങനെ പറഞ്ഞതും ജാസ്മിൻ പറഞ്ഞു, അല്ല, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, ആർക്ക് വേണമെങ്കിലും ഇത് വെരിഫൈ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം, ഇതിനകത്ത് 10 ലക്ഷത്തിന്റെ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അതെല്ലാം കേട്ട ഉടനെ ഐശ്വര്യ പറഞ്ഞു, വേണ്ട, നീ ഇനി കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് ഐശ്വര്യ സുമലത പറയുന്നതെല്ലാം കേട്ട് അതിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഐശ്വര്യയുടെ സംസാരം കൂടി ആയതോടെ ആകെ വിഷമത്തിലായി അശ്വതി. ഇനി നീ കൂടുതലൊന്നും പറയണ്ട, ഈ സുമലതയെ ഇവിടെ ആരാ അപ്പോയിന്റ് ചെയ്തെന്ന് അറിയാവോ? അതെ, വസന്തരാമയാണ്, അറിയുമോ എന്ന് ചോദിച്ച് അശ്വതിയെ ഭയപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത്. അശ്വതി ആ വാക്ക് കേട്ട് ആകെ ഞെട്ടലോടുന്നു.